ഈ ഓണത്തിന് തിളങ്ങാൻ 300 രൂപയുടെ താഴെ വരുന്ന ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള എന്നാൽ ഇപ്പോഴത്തെ ട്രെൻഡിനൊപ്പം പോകുന്ന കുറച്ച് ജ്വൽ സെറ്റ് കണ്ടാലോ. ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബ്യൂട്ടി ഇൻ യുവർ ഫിംഗർ ടിപ്സ്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജ്വല്ലറി ഹോൾ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിന്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. ഇതും 300 രൂപയുടെ താഴെയുള്ള ജ്വൽസ് മാത്രമാണ് സെലക്ട് ചെയ്ത് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. ജസ്റ്റ് കുറച്ച് ജ്വൽസ് മാത്രമേ ഉള്ളൂ. അതും മോസ്റ്റ്ലി എല്ലാം തന്നെ ലോട്ടസ് ഇൻസ്പയർ ആയിട്ട് നമുക്ക് ഇപ്പോഴത്തെ ട്രെൻഡിൽ പോകുന്ന കുറച്ച് ജ്വൽസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് അധികം ലേറ്റ് ആവാതെ വീഡിയോയിലോട്ട് കിടക്കാം. അതിന് മുന്നേ നിങ്ങൾ ആരെങ്കിലും എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്റെ പേര് ഹിമ. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും മാക്സിമം ഷെയർ ചെയ്യാനായിട്ടും മറക്കരുത്. ഫസ്റ്റ് ജ്വല്ലറി സെറ്റിന് നല്ല ക്യൂട്ടായിട്ടുള്ള അത് ഈ ഒരു മാലയും കമ്മലാണ് കേട്ടോ. അതൊരു ജ്വൽ സെറ്റ് ആയിട്ടാണ് വരുന്നത്. ഈ മൊത്തം സെറ്റിന് 300 താഴെയാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമല്ലേ? നോക്കി എന്ത് ക്യൂട്ടാണ് കാണാനായിട്ട്. ക്യൂട്ട് മാത്രമല്ല, ഇത് നമുക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ജ്വൽസ് എല്ലാം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിലും ഇഷ്ടപ്പെടും, എന്നാൽ മോഡേൺ ടച്ച് വരണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിലും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. രണ്ടിലും സെറ്റായിട്ട് പോകും കേട്ടോ. ചില പിള്ളേർക്ക് മോഡേൺ ആയിട്ടുള്ള ജ്വൽസ് ഒക്കെ ഇടുന്നതായിരിക്കും ഇഷ്ടം. ചില പിള്ളേർക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള സെയിം പണ്ടത്തെ ഒരു മോഡൽ ഈ പാലയ്ക്ക് പോലത്തെയൊക്കെ മാല ഇടുന്നതായിരിക്കും ഇഷ്ടം. സോ രണ്ട് രീതിയിലും ഫിറ്റ് ആയിട്ട് പോകുന്ന ഒരു ഐറ്റമാണ്. ആൻഡ് ഇതിന്റെ കളർ കോമ്പിനേഷൻ നോക്കിക്ക്, ഒരു പിങ്ക് അല്ല ശരിക്കും റോസ്, അതിന്റെ കൂടെ തന്നെ ഒരു ഗ്രീനും കൂടി മിക്സ് ആയിട്ട് വരുന്ന സ്റ്റോൺസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. താഴെ ആയിട്ട് തന്നെ ഗോൾഡൻ ബീഡ്സും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കമ്മലിലും സെയിം ഡിസൈൻ തന്നെയാണ് വരുന്നത്. മാലയുടെ ലോക്കറ്റ് കമ്മലും ഒരേപോലെയാണ് കേട്ടോ കാണാനായിട്ടുള്ളത്. മാലയുടെ ലോക്കറ്റ് തന്നെയാണ് ഇവർ കമ്മലായിട്ട് കൊടുത്തിട്ടുള്ളതും. നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് ആൻഡ് അടിപൊളിയായിട്ടാണ്. ഇപ്പൊ ഏത് ഡ്രസ്സ് വേറെ ആണെന്നുണ്ടെങ്കിലും സെറ്റ് സാരി ആയിക്കോട്ടെ, ധാവണ ആയിക്കോട്ടെ, പട്ടുപാട ആയിക്കോട്ടെ, എല്ലാത്തിൻ്റെ കൂടി അടിപൊളിയായിട്ട് സെറ്റായി പോകും കേട്ടോ. നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട് ഇട്ട് വരുന്ന സമയത്ത്. ഓക്കെ, ആൻഡ് കമ്മലിന്റെ ക്വാളിറ്റിയും പറയാതിരിക്കാൻ വയ്യ. കാരണം എന്താ വെച്ചാൽ നമ്മൾ എപ്പോഴും മാലയും കമ്മലായിട്ടുള്ള സെറ്റ് വാങ്ങുന്ന സമയത്ത് കമ്മൽ കുറച്ചുകൂടി ചെറുതല്ലേ കിട്ടുക. പക്ഷെ ഇത് നോക്കി അത്യാവശ്യം ലോങ് ആയിട്ടുള്ള കമ്മൽ തന്നെയാണ്. ആൻഡ് അതിന്റെ ക്വാളിറ്റി അടിപൊളിയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇതുവരെ ഏത് ജ്വൽസും സെലക്ട് ചെയ്തിട്ടില്ല, ഓണത്തിന് ഇടാനായിട്ട് ഏതെങ്കിലും ഒരു ജ്വൽ സെറ്റ് വാങ്ങണം എന്നുണ്ടെങ്കിൽ ഇത് നോക്കിക്കോളൂ, അടിപൊളി ആയിട്ടാണ്. അടുത്ത മാല വന്നിട്ട് എല്ലാ ഇൻസ്റ്റഗ്രാം പേജിലും ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ്. ആൻഡ് ട്രെൻഡ് തുടങ്ങിയത് ഈ ഒരു മാലയിൽ നിന്നാണ് കേട്ടോ. ഇത് വന്നിട്ട് മഞ്ജു വാര്യർ ഇൻസ്പയർഡ് ആയിട്ടുള്ള ജ്വൽ സെറ്റിൽ വരുന്ന പീസാണ്. ആൻഡ് ഒരു തവണ മഞ്ജു വാര്യർ മാം ഈ ഒരു മാല ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. കുറേ ഓഡിയോ ലോഞ്ചിൽ ഈ ഒരു മാല സെയിം പീസ് നമുക്ക് കാണാനായിട്ട് കഴിയും. ആൻഡ് ഇതിന്റെ കമ്മൽ വരുന്നത് ഈ ക്യൂട്ടായിട്ടുള്ള ഇങ്ങനെ ഒരു സ്റ്റെഡ് പോലെ വരുന്ന കമ്മലാണ് കേട്ടോ. ശരിക്കും താമര, കറക്റ്റ് താമരയാണ് ഈ ഒരു കമ്മൽ ഉള്ളത്. ആൻഡ് മിനിമൽ ആയിട്ടുള്ള ജ്വൽ സെറ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ എനിക്ക് തോന്നുന്നു ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നിങ്ങൾ കുറച്ചും കൂടി ഹെവി ആയിട്ടുള്ള ഡ്രസ്സൊക്കെയാണ് ഓണത്തിന് വേറെ എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ മിനിമൽ ആയിട്ടുള്ള ജ്വൽസ് സെലക്ട് ചെയ്യാം കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു ഇത് 300 ഇല്ല, എനിക്ക് തോന്നുന്നത് ഞാൻ വാങ്ങുന്ന സമയത്ത് 190 സംതിങ് ആണ് ഇതിന്റെ റേറ്റ് പറയുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഇത് ഞാൻ ഓൾറെഡി ഷോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തതാണ്. പക്ഷെ എന്തായാലും ലോട്ടസ് ഇൻസ്പയർഡ് ആയിട്ടുള്ള ടച്ച് വരുന്ന ഇപ്പോഴത്തെ ട്രെൻഡിൽ പോകുന്ന മാലകളിൽ എന്തായാലും ഇതും ഇൻക്ലൂഡ് ചെയ്യണമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഈ ഒരു പീസ് കാണിച്ചു തരുന്നത്. അടിപൊളിയാണ്. ആൻഡ് ഈ കളറൊന്നും പോകുന്നില്ല കേട്ടോ. കാരണം വാങ്ങിയിട്ട് നിങ്ങൾക്ക് ആ ഷോർട്ട് ചെക്ക് ചെയ്യാം അത് എപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. സോ വാങ്ങിയിട്ട് കുറേ ആയി ആൻഡ് ഇപ്പോഴും ആ ഒരു കളറൊന്നും പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. ക്വാളിറ്റി വൈസും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അടുത്ത മാല വന്നിട്ട് ഇതുപോലെ വൈറ്റ് ബീഡ്സ് ഒക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ള സെയിം ലോട്ടസ് ആണ് ഇതിന്റെ ലോക്കറ്റിലും വരുന്നത്. പക്ഷെ ഈ ലോട്ടസിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് കുറച്ച് കുഞ്ഞായിട്ടുള്ള സ്റ്റോൺസ് ആണ് ഇതിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. വൈറ്റും പിങ്കും ഗ്രീൻ സ്റ്റോൺസ് വരുന്നുണ്ട്. ഇതേപോലെ ഒരു ബീഡ്സ് അറ്റാച്ച് ചെയ്തിട്ടുള്ള, എന്നാൽ ഇവിടെ ചെയിൻ ആണ് കേട്ടോ വരുന്നത്. നോക്കിക്ക് നമുക്ക് കൊക്കി വെച്ചിട്ട് കണക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് കുറച്ചുകൂടി ലോങ് ആണ്. നിങ്ങൾ ചോക്കർ പോലത്തെ മാല എല്ലാം നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ ഐറ്റംസ് സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ആനയുടെ മാല കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പൊ അത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആൻഡ് അതേപോലുള്ള ഐറ്റംസ് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയൊരു പീസാണ്. സെയിം ലോട്ടസിന്റെ ഞാൻ തപ്പുന്നതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ ഇത് കാണിച്ചു തരാനായിട്ട് കാരണം. ഇതിന്റെ തന്നെ ലോട്ടസ് അല്ലാതെ വേറെ കുറേ മോഡൽ ഉണ്ട്. ആ നേരത്തെ ആനയുടെ പറഞ്ഞിട്ടുണ്ടെന്നില്ലേ, അതിന്റെ തന്നെ പല മോഡൽസും അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് പാർട്ട് വീഡിയോ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. അതും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നല്ല അടിപൊളിയായിട്ടുള്ള ഐറ്റംസ് അതിലും കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഇതാണ് ഇതിന്റെ കമ്മൽ വരുന്നത്. എനിക്ക് കമ്മല് മാലേനെക്കാട്ടി കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ കമ്മല് നല്ല ഭംഗിയുണ്ട്.
ശരിക്കും ആ ലോട്ടസ് തന്നെയാണ്, പക്ഷെ ഇത് കുറച്ചും കൂടി വലിയ ലോട്ടസ് ആണ്. അതിന്റെ താഴെയായിട്ട് ഇതേപോലെ ഗോൾഡൻ ബീഡ്സും ഒപ്പം കുഞ്ഞ് വൈറ്റ് ബീഡ്സും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല രസമാണ് ഈ കമ്മൽ മാത്രം കാണാനായിട്ട്. അടുത്ത ജ്വല്ലറി സെറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒന്നാണ് കേട്ടോ. കാരണം ഈ കഴിഞ്ഞ വീഡിയോയും ഈ വീഡിയോയും കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് രണ്ടിലും കൂടിയിട്ട് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റം ഇതാണ്. അടിപൊളിയാണ് കാണാനായിട്ട്. ക്വാളിറ്റി വൈസ് ഒന്നും പറയില്ല, അടിപൊളി കേട്ടോ. ആൻഡ് ഇതിലൊരു മെറ്റൽ പോലെയാണ് ഇവിടെ വരുന്നത്. ശരിക്കും നമ്മൾ നേരത്തെ ചെയിൻസ് ഒക്കെ അല്ലേ കണ്ടിട്ടുണ്ടായിരുന്നത്, ഇവിടെ ഒരു മെറ്റൽ പോലെയാണ് വരുന്നത്. അത് തന്നെയാണ് ഇതിന്റെ യൂണിക് ഒരു പീസാക്കി മാറ്റുന്നതും. ആൻഡ് ഇവിടെ തന്നെ ഇതുപോലെ ലോട്ടസിന്റെ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലോട്ടസ് ആണ് ഇവിടെയും വരുന്നത്. അതിന്റെ താഴെയായിട്ട് ഇത് വൈറ്റ് ബീഡ്സും കൂടാതെ ഗോൾഡൻ ബീഡ്സും കൊടുത്തിട്ടുണ്ട്. ഒരു വലിയ ഗോൾഡൻ ബീഡും അതിന്റെ താഴെ തന്നെ കുഞ്ഞു കുഞ്ഞായിട്ട് വൈറ്റ് ബീഡ്സും കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ആൻഡ് നമ്മൾ ഇട്ട് വരുന്ന സമയത്ത് നിങ്ങൾ അടിപൊളിയായിട്ട് യൂണിക്കായിട്ട് കാണുന്നുള്ളത് ഗ്യാരണ്ടി ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഒന്നും പറയല്ല, നല്ല ക്വാളിറ്റി ആയിട്ടും 300 രൂപയുടെ താഴെ നമുക്ക് ഈ ഒരു ഐറ്റം വരുന്നുണ്ടെങ്കിൽ ഒരിക്കലും മിസ്സാക്കരുത്. അടിപൊളിയാണ് കേട്ടോ. ആൻഡ് ഇത് നിങ്ങൾ ആദ്യം തന്നെ ഇപ്പോൾ ഫ്ലിപ്കാർട്ടിലാണെങ്കിലും മീഷോയിലാണെങ്കിലും ഈ ഒരു സാധനം തപ്പി നോക്കി നമുക്ക് കിട്ടുന്നില്ല. നമ്മൾ കുറേ ഇങ്ങനെ താഴോട്ട് പോകുമ്പോഴാണ് ഇങ്ങനത്തെ ഐറ്റം വരുന്നത്. അപ്പം ഞാൻ തപ്പി ഇരുന്ന് കണ്ടുപിടിച്ചൊരു ഐറ്റം കൂടിയാണ് കേട്ടോ. ആൻഡ് ഇത് വേർതിട്ട് എന്നൊക്കെ പറയും. ഞാൻ ഇത്രയും പറയുന്നുണ്ടെങ്കിൽ എനിക്ക് എന്തോരം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ഇതാണ് ഇതിന്റെ കമ്മൽ വരുന്നത്. നല്ല ക്യൂട്ടായിട്ടുള്ള യൂണിക് ആയിട്ടുള്ള കമ്മൽ തന്നെയാണ്. ക്വാളിറ്റി വൈസ് എനിക്ക് കമ്മലും മാലയും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഇന്ന് പറഞ്ഞുള്ള പ്രോഡക്റ്റിന്റെ ലിങ്ക് എല്ലാം തന്നെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. വേണ്ടവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയേക്കാം. അതേപോലെ പാർട്ട് 1 വീഡിയോന്റെ ലിങ്കും കൊടുത്തേക്കാം കേട്ടോ. അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടെന്നും യൂസ്ഫുൾ ആയി തോന്നിയെന്നും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് മാക്സിമം ഷെയർ ചെയ്തേക്കാം കേട്ടോ. അതേപോലെ ഇപ്പൊ യൂട്യൂബിൽ പുതിയൊരു അപ്ഡേറ്റ് ആയിട്ട് ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നിങ്ങൾ കമന്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. ആ ഓപ്ഷനിൽ കയറിയിട്ട് ഒന്ന് ഹൈപ്പ് ചെയ്തേക്കാം കേട്ടോ വീഡിയോ. എന്നാലാണ് കൂടുതൽ പേർക്ക് ഇത് റെക്കമെൻഡേഷനിൽ പോവുള്ളൂ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.